ഇന്നലെ നടന്ന തട്ടിപ്പിന്റെ കാര്യം ഒന്ന് പറയോ? തട്ടിപ്പാണെന്ന് വെച്ചാൽ തട്ടിപ്പിനാണ് വിളിച്ചത്. ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ, മറ്റേ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നില്ലേ പുതിയൊരു സ്കാം. കേരള പോലീസൊക്കെ അലേർട്ട് ചെയ്തൊരു കാര്യം. അതായത് ഫെഡെക്സ് എന്ന് പറഞ്ഞൊരു കൊറിയറിൻ്റെ ഭാഗത്തു നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കും. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നൊരു മേഖല ഈ കൊറിയറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം കൊറിയേഴ്സൊക്കെ ഡെയിലി അങ്ങോട്ട് കൊടുക്കുക അയക്കുന്ന ആളായുണ്ട്. ഫസ്റ്റിൽ ഞാനത് ഞാൻ കേട്ടു എന്താ സംഭവം. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അത് മുംബൈയിൽ നിന്നും ഇറാനിലോട്ട് പോയ എൻ്റെ ഒരു കൊറിയർ എന്തോ പിടിച്ചു. അതിൻ്റെ അകത്ത് ലീഗൽ അല്ലാത്ത സ്റ്റഫൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കസ്റ്റംസ് പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇറാനിലോട്ട്. അപ്പോൾ എൻ്റെ ആധാർ കാർഡും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൊറിയർ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം അത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പം ഇനി നമ്മളിപ്പോൾ എല്ലാ കടകളിലും നമ്മളെ നമ്പർ കൊടുക്കാറുണ്ട്. നമ്മൾ നമ്പർ കൊടുക്കാതെ ആരും ഒന്നും ബില്ല് ചെയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പതറെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്താ ഡീറ്റെയിൽസ് ഒന്ന് പറയാമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരിങ്ങനെ വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞത് താങ്കൾക്ക് ഇതിനെതിരെ ആക്ഷൻ എടുക്കാം, ഇതല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നവും. കാര്യം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ മുംബൈ സൈബർ പോലീസായിട്ട് ബന്ധപ്പെടാം, ഡയറക്റ്റ് നിങ്ങൾക്ക് പോയി നേരിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഇപ്പോൾ തന്നെ പരാതി സമർപ്പിക്കാമെന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ചോദിച്ചു ഈ ഓൺലൈനിൽ ഇപ്പോൾ പരാതി സമർപ്പിക്കാൻ എന്താ എന്ന് ചോദിച്ചു. അതിനുമ്പോൾ ഞാൻ ചോദിച്ചു കേരളത്തിലുള്ള എനിക്ക് എങ്ങനെ ഇറാനായിട്ട് ഞാനിങ്ങനെ കൊറിയർ അയക്കുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഈ ഓൺലൈനിൽ പരാതിപ്പെടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പം അതിങ്ങനെ ഓരോരോ പ്രൊസീജിയർ കുറച്ചിങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊരു ഇതില്ല. കാര്യം ഇതൊരു നമ്മൾ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമ്മൾ എയർടെല്ലൊക്കെ വിളിക്കുമ്പോൾ അത് കണക്കൊരു എക്സിക്യൂട്ടീവാണ്, കോൾ എക്സിക്യൂട്ടീവാണ് സംസാരിക്കുന്നത്. പുള്ളിക്ക് ഈ പറയുന്ന കണക്ക് ഇതിൻ്റെ അകത്ത് ലീഗലല്ലാത്ത സ്റ്റഫാണോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയാം എന്നൊക്കെയുള്ളൊരു ചിന്ത എന്നിൽ ഉണർന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്നിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഇതേ ഒരു പോസ്റ്റ് കേരള പോലീസിൻ്റെ ഞാൻ ഇത് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ കള്ളനാണ്, തട്ടിപ്പാണ്. അപ്പോൾ ഞാൻ നേരെ ഉൾട്ടടിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു ഏതാണ് ഫീസിബിൾ ആയിട്ടുള്ള, ഏതാണ് പെട്ടെന്നുള്ള വഴി, നേരിട്ട് പോവുകയാണോ അല്ലെങ്കിൽ ഓൺലൈൻ പരാതിപ്പെടുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ കേരളത്തിൽ നിന്നാണെങ്കിൽ നാളെ എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ട് മുംബൈയിലോട്ട്, ഞാൻ നാളെ തന്നെ രാവിലെ മുംബൈയിലോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളി ഓക്കെ സാറും പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പോയി. ഇതാണ് ഇന്നലെ എനിക്ക് നടന്ന സംഭവം. അതുകൊണ്ട് ഇങ്ങനത്തെ തട്ടിപ്പ് ഇപ്പം ഞാൻ ജസ്റ്റ് ചിന്തിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ വലിയ ആളാണെന്നല്ല പറയാം, പക്ഷെ എന്നാലും ചിന്തിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് ചിലപ്പോൾ സാധാരണക്കാർ ഇപ്പോൾ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുന്ന സ്ത്രീകൾ അമ്മമാരൊക്കെ നമ്മൾ കൊല്ലത്തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ സാധാരണക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആരും ഇങ്ങനത്തെ ഒരു ഇതിൽ പോയി വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.